നമസ്കാരം. ട്രൂത്ത് വിഷൻ ന്യൂസിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. വർദ്ധിച്ചു വരുന്ന ലഹരി വിൽപ്പനയ്ക്കും ഉപയോഗങ്ങൾക്കുമെതിരെ ശക്തമായ പ്രവർത്തനം സംഘടിപ്പിച്ച് മുന്നേറേണ്ടതുണ്ട്. പോലീസും എക്സൈസും വിവിധ ഡിപ്പാർട്ട്മെന്റുകളും ശക്തമായ നിയമ സംവിധാനങ്ങളുമായി മുന്നേറുമ്പോൾ ഈ നിയമ സംവിധാനങ്ങൾക്ക് ശക്തി പകരുവാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി ഒരുമിക്കേണ്ടതുണ്ട്. മാരകമായ ലഹരി ഉപയോഗങ്ങൾക്കെതിരെയും വിൽപ്പനയ്ക്കെതിരെയും സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ പ്രതികരിക്കുന്നു. ഹൈസ്കൂൾ മുതൽ 6ാം ക്ലാസ് മുതൽ നമ്മുടെ കുഞ്ഞുങ്ങളെ വലവീശിക്കൊണ്ടിരിക്കുകയാണ് ഈ പറയപ്പെടുന്ന മയക്കുമരുന്ന്. നമ്മുടെ മക്കളെ ലഹരിക്ക് അടിമയാകുന്നത് നമ്മുടെ മക്കളെ കൊലയ്ക്ക് കൊടുക്കാൻ നമുക്ക് കഴിയില്ല. നമ്മുടെ മക്കളെ നമുക്ക് വേണമെന്നതല്ല പ്രതിജ്ഞ എടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള സാമൂഹികമായ വിപത്തിനെതിരായി നമ്മൾ സമൂഹത്തിൽ ജനമിറങ്ങിയാൽ പലതും നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ കേരളം. കേരള സംസ്ഥാനം ലഹരി വിമുക്തമാക്കുവാനുള്ള വലിയ പരിശ്രമത്തിലും പദ്ധതികൾ രൂപപ്പെടുത്തി എക്സൈസിനെയും പോലീസിനെയും കൂടുതൽ ഫോഴ്സ് ഉപയോഗിച്ച് ലഹരി പദാർത്ഥങ്ങൾ നമ്മുടെ സംസ്ഥാനത്തേക്ക് കടന്നു വരുന്നതും ഉപയോഗിക്കുന്നതും കർശനമായി നിയന്ത്രിക്കുന്നതിനും ഇല്ലാതാക്കാനുള്ള ശ്രമത്തിലാണ് കേരള സംസ്ഥാന ഗവൺമെൻറ്. തീർച്ചയായിട്ടും ഗവൺമെൻറ്റിന് അങ്ങനെ ഒരു ഉത്തരവാദിത്വമുള്ളപ്പോഴും പൊതുജനങ്ങൾ, സാമൂഹിക സംഘടനകൾ, ക്ലബ്ബുകൾ, ഇതെല്ലാം കൂടെ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും ചേർന്ന് വളരെ ശ്രദ്ധാപൂർവം ശ്രദ്ധിക്കേണ്ടതും നമുക്ക് ലഹരി ഉപയോഗത്തെ പ്രതിരോധിക്കേണ്ടതും അടുത്ത തലമുറയെ ലഹരിയിൽ നിന്ന് മുക്തമാക്കുന്നതിന് ഉള്ള വലിയ പരിശ്രമം നടത്തേണ്ടതുണ്ട്. അതിന് കൂട്ടായ യത്നമാണ് ആവശ്യം. അതിനാര് മുൻകൈ എടുത്താലും അതിനെ പിന്തുണയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത തലമുറയോടുള്ള കർത്തവ്യം. നമ്മുടെ കൊച്ചു കേരളം ഇന്ന് വലിയൊരു വിപത്തിലൂടെ കടന്നു പോവുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് നമ്മുടെ സമൂഹം വളരെയേറെ വിഷമത്തിൽ കടന്നു പോകുന്ന അവസ്ഥയിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്നത്. ലഹരിക്കെതിരെ നടക്കുന്ന വലിയൊരു ക്യാമ്പയിനിലൂടെ നമ്മുടെ രാഷ്ട്രീയം എല്ലാം മറന്ന് എല്ലാവരും ഒറ്റക്കെട്ടായി, പൊതുസമൂഹം ഒറ്റക്കെട്ടായി ലഹരിക്കെതിരെ ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. നമ്മൾ ഇന്ന് വളരെയേറെ ആശങ്കയോടെയാണ് നമ്മുടെ പൊതുസമൂഹം, രക്ഷകർത്താക്കളും അധ്യാപകരും എല്ലാവരും ഈ ഒരു വിഷയത്തെ ഇന്ന് നോക്കിക്കാണുന്നത്. അനുസരണക്കേടിന്റെ, അക്രമ സ്വഭാവത്തിന്റെ ഒക്കെ അതിന്റെ ഒരു മൂർത്തന്റെ അവസ്ഥയിലൂടെയാണ് നമ്മുടെ കുട്ടികൾ ഓരോരുത്തരും കടന്നു പോകുന്നത്. നമ്മൾക്ക് ഇവരെയെല്ലാം തിരിച്ച് നമ്മുടെ പഴയ ഒരു തലമുറ എങ്ങനെയായിരുന്നു ആ ഒരു തലമുറയിലേക്ക് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം നമ്മുടെ പൊതുസമൂഹം ഏറ്റെടുക്കേണ്ടതാണ്. നമ്മൾ എല്ലാവരും കൈകോർത്ത് ഇന്നത്തെ യുവതലമുറകളും അതിനോടൊപ്പം അണിചേരുകയും കൂടി വേണമെന്നും പറയുകയാണ്. നമ്മൾ സമൂഹം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമുക്ക് ഈ ലഹരിക്കെതിരെ നടക്കുന്ന സന്ദേശത്തിൽ നമുക്ക് എല്ലാവർക്കും പങ്കാളികളാവുക ചെയ്യാം. നമ്മളുടെ നാടിൻ്റെ ഒരു വലിയൊരു ആപത്തായി മാറിയിരിക്കുകയാണ് ഈ ഒരു ലഹരി എന്ന് പറയുന്നത്. ലഹരി മാഫിയ സംഘം നമ്മളെ നാടിനെ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾ, 16 വയസ്സ് മുതൽ പ്രായമുള്ള വിദ്യാർത്ഥികളെ ലക്ഷ്യമാക്കിയാണ് ലഹരി മാഫിയ സംഘം പ്രവർത്തിക്കുന്നത്. നമ്മൾ 7ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ വരെ ലഹരി ഉപയോഗിക്കുന്നു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഈ ഇടെ നടന്ന പൈശാചികമായിട്ടുള്ള കൊലപാതകങ്ങൾ, ഈ കൊലപാതകങ്ങളൊക്കെ തന്നെ ഈ ആളുകൾ ചെയ്തിരിക്കുന്നത്, അതായത് കൊച്ചു കുട്ടികളാണ്, 22 വയസ്സിനകത്ത് പ്രായമുള്ള ചെറുപ്പക്കാർ ചെയ്തിരിക്കുന്നത് ലഹരിക്ക് അടിമയായിട്ടാണ്. ഈ ലഹരി ഉപയോഗത്തെ അല്ലെങ്കിൽ ലഹരി മാഫിയ സംഘത്തെ ഈ നമ്മുടെ നാട്ടിൽ നിന്ന് ഉന്മൂലനം ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ എന്തായാലും സർക്കാർ തലത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. എക്സൈസും പോലീസൊക്കെ ഇപ്പോൾ ഉണർന്ന് പ്രവർത്തിക്കുകയാണ്. ഓരോ ദിവസത്തെ റിപ്പോർട്ട് നമ്മൾ നോക്കുമ്പോൾ മുഖം നോക്കാതെ പോലീസും എക്സൈസൊക്കെ നടപടിയെടുക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് ഒരു മനസ്സോടെ രാഷ്ട്രീയവും ജാതിയും മതവും ഒക്കെ മറന്ന് ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഈ ലഹരി മാഫിയ സംഘത്തെ നമുക്ക് ഈ നാട്ടിൽ നിന്നും ആട്ടിപ്പായിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനെല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയുന്നത്.